തൃശൂരിൽ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജാൾ ഗോഗോയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി ഭവാൻ JJ കോളനി സ്വദേശിയായ കമറുളാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ദർശന സംവിധാനവുമായി ദേവസ്വം ബോർഡ്. നിശ്ചിത സമയത്ത് ദർശനം നടത്താൻ ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സേവനത്തിന് തുടക്കമായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂരിൽ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ പോലീസ് പിടിയിൽ. 1/2 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും MDMA ഗുളികകളും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജാൾ ഗോഗോയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന നെടുപുഴ സ്വദേശി വിഷ്ണുവിനെയും അസം സ്വദേശി പ്രജാൾ ഗൊഗോയിയെയും തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി കൊറിയർ സ്ഥാപനം വഴി ഹൈബ്രിഡ് കഞ്ചാവ് അയക്കാനെത്തിയ അസം സ്വദേശിയെ സംശയത്തെ തുടർന്ന് പിടികൂടിയതോടെയാണ് അന്വേഷണം ഫിറ്റ്നസ് സെന്ററിലേക്ക് വ്യാപിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 1/2 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും MDMA ഗുളികകളും പോലീസ് പിടിച്ചെടുത്തു. ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടന്നുവരികയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി ഭവാൻ JJ കോളനി സ്വദേശിയായ കമറുളാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 3 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് VVUP സ്കൂളിൽ സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ടുപൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്കരി ഉച്ചഭക്ഷണ പാചകത്തിനും വിതരണത്തിനുമായി ഉപയോഗിച്ചിരുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. കേസിൽ 1-ാം പ്രതിയായ അസംഗായ് ജില്ലാ സ്വദേശി താജുദ്ദീനെ ജൂലൈ 19-ന് അറസ്റ്റ് ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പം പടിഞ്ഞാറെ വെമ്പലൂർ ഭാഗത്ത് താമസിച്ച് ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ജീവിച്ചിരുന്ന ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മോഷണം പോയ അരിയിൽ 99 കിലോയിലധികം പോലീസ് കണ്ടെടുത്തിരുന്നു. പിന്നീട് ജൂലൈ 23-ന് കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ മോഷണ മുതലുകളും കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് 2-ാം പ്രതിയായ ഇക്രമുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് 3-ാം പ്രതിയായ കമറുളിനെയും പോലീസ് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ്, SCPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ്, സൻസിൽ, സ്റ്റീഫൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ദർശന സംവിധാനവുമായി ദേവസ്വം ബോർഡ്. മണിക്കൂറുകളോളം കാത്തുനിൽക്കാതെ നിശ്ചിത സമയത്ത് ദർശനം നടത്താൻ ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സേവനത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്കായി ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഇതോടെ ഭക്തർക്ക് മുൻകൂട്ടി സമയം ബുക്ക് ചെയ്ത് ദീർഘനേരം ക്യൂവിൽ കാത്തുനിൽക്കാതെ ദർശനം നടത്താൻ സാധിക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിലൂടെ നിശ്ചിത സമയത്ത് ക്ഷേത്രത്തിലെത്തി സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ദർശനം കൂടുതൽ സൗകര്യപ്രദവും ക്രമബദ്ധവുമാക്കുന്നതിനുമാണ് പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നടപ്പിലാക്കിയത്. ഇതിലൂടെ ദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. മീഡിയ ടൈം, ഗുരുവായൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പവർ കട്ടിനെതിരെ തിരികൾ തെളിച്ചും യാത്രക്കാർക്ക് മെഴുകുതിരികൾ നൽകിയും കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ഇരുട്ടിന്റെ ആത്മാവിന്റെ പേരിൽ സമര സായാഹ്നം സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമരം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് PI മാത്യു, VJ ജോജി, KO വർഗീസ്, ജിമ്മി വർഗീസ്, മനോജ് ജോസഫ്, നിക്സൺ, ജിൻസ് ചാമോളാപ്പിൽ, ശ്യാം AS, ജോസഫ് കോലോത്ത് എന്നിവർ നേതൃത്വം നൽകി.
പൊയ്യ AKM ഹൈസ്കൂളിൽ ചാലക്കുടി അഹല്യ ഐ കെയർ, പൊയ്യ ജോസ് ഒപ്റ്റിക്കൽസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണ് പരിശോധന ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പൂക്കൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ KJ സിജു, ലിജു ജോസ്, രാജേഷ്, ഡോക്ടർ അഭിറാം എന്നിവർ പ്രസംഗിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. മാരക രാസലഹരിയായ MDMAയുമായി ജിജു പപ്പി അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിലുള്ള തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും ചാലക്കുടി സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ചാലക്കുടി സ്വദേശി തട്ടിൽ വീട്ടിൽ പപ്പി എന്ന് വിളിക്കുന്ന ജിജുവിനെ MDMAയുമായി അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ഡൻസഫ് SIമാരായ സതീശൻ മടപ്പാട്ടിൽ, ജയകൃഷ്ണൻ PP, ASI റെജി AU, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ബിജു KK, GSIമാരായ രജനി ജോസഫ്, ജിബി P ബാലൻ, സീനിയർ CPO ആൻസൺ പൗലോസ്, CPOമാരായ അലക്സ് പോൾ, അരുൺ PR, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ ശ്രീജിത്ത് KS, ജോജോ PO എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 1976 മലയാളത്തിന്റെ പ്രശസ്ത ചലച്ചിത്ര നടൻ പത്മഭൂഷൺ പ്രേംനസീർ ഉദ്ഘാടനം നിർവഹിക്കുകയും കഴിഞ്ഞ 50 വർഷമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഫാസ്റ്റ് ചാലക്കുടിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റിൽ തുടക്കമാകും. ഓഗസ്റ്റ് 22 വൈകിട്ട് 6:30 ചാലക്കുടി ടൗൺ ഹാളിൽ വെച്ച് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം സംസ്ഥാന യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ടോണി P തോമസ്, P സുന്ദർദാസ്, അഗസ്റ്റിൻ മുണ്ടൻമാണി, ജോർജ് T മാത്യു, KK ശ്രീനിവാസൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കൊടകര സഹൃദയ കോളേജിൽ 3ാമത് അന്താരാഷ്ട്ര മാനേജ്മെന്റ് ഗവേഷണ കോൺഫറൻസ് സംഘടിപ്പിച്ചു. AI യുഗത്തിലെ മാനേജ്മെന്റ് പുനർവിചിന്തനം, സുസ്ഥിരതയും സാമൂഹിക സ്വാധീനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 ദിവസങ്ങളിലായി നടന്ന ദ്വിദിന സമ്മേളനത്തിൽ ആഗോളതലത്തിലുള്ള ചർച്ചകളും ഗവേഷണ പ്രബന്ധ അവതരണങ്ങളും നടന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് കൊച്ചി സെന്റർ ഹെഡ് അരുൺ നാരായണൻ തെക്കേതിൽ ഉദ്ഘാടനം ചെയ്തു. പ്യൂർട്ടോറിക്കോ സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ അധ്യക്ഷത വഹിച്ചു. സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, റിസർച്ച് വിഭാഗം മേധാവി ഡോക്ടർ ബിനോയ് തോമസ്, IQSC കോർഡിനേറ്റർ ഡോക്ടർ സൈമൺ ജേക്കബ്, സിംസ് ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് എന്നിവർ സംസാരിച്ചു. കോൺഫറൻസിൽ പങ്കെടുത്ത റിസർച്ച് സ്കോളർമാരുടെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങളുടെ സംഗ്രഹങ്ങൾ ഉൾപ്പെടുത്തിയ കോൺഫറൻസ് പ്രൊസീഡിംഗ്സ് ബുക്ക് ഓഫ് അബ്സ്ട്രാക്ട്സ് 2026 വിശിഷ്ടാതിഥികൾ ചേർന്ന് പ്രകാശനം ചെയ്തു. കോൺഫറൻസിന്റെ ഭാഗമായി സിംസ് ലൈബ്രറി ബുക്ക് ഫെസ്റ്റും സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷയിലെ രാജ്യവ്യാപക ക്രമക്കേടിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുട രൂപത KCYM കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. സീറോ മലബാർ സഭ അപ്പോസ്റ്റലിക് വിസിറ്റേറ്റർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. KCYM രൂപത ചെയർമാൻ സിബിൻ പൗലോസ് അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ അജോ പുളിക്കൻ, ഫാദർ വിക്ടർ തൊമ്മാന, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം ഡയാന ഡേവിസ്, മേഖലാ പ്രസിഡന്റ് ആരോൺ ജോയ്, ജനറൽ സെക്രട്ടറി ജിതിൻ ആന്റണി, ആൽബിൻ MP, മരിയ വിൻസെന്റ്, ആഷ്ന നോബി, മരിയ ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PN വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്ത, റസാഖ് ചിറക്കൽ, സക്കീന അയ്യാരിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ശ്രീ ദേവമംഗലം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മഹാഗണപതി ഹവനം, നാളികേരം കൊണ്ട് ശനീശ്വര ശാന്തി ഹവനം, ഔഷധക്കഞ്ഞി വഴിപാട് സമർപ്പണം, ഭക്തർക്കായി ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സന്തോഷ് തന്ത്രികൾ രാമായണ മഹാത്മ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജാൾ ഗോഗോയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി ഭവാൻ JJ കോളനി സ്വദേശിയായ കമറുളാണ് അറസ്റ്റിലായത്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ദർശന സംവിധാനവുമായി ദേവസ്വം ബോർഡ്. നിശ്ചിത സമയത്ത് ദർശനം നടത്താൻ ഓൺലൈൻ സ്ലോട്ട് ബുക്കിംഗ് സേവനത്തിന് തുടക്കമായി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.